ഇത്രയും ദൂരം നിങ്ങളെ വിളിച്ചു വരുത്തിയത് കാര്യം ഗൗരവമുള്ളതായതുകൊണ്ടാ. ഏകദേശം ഒരു ധാരണ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മാഡം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പറയാനൊന്നുമില്ല. മൂർത്തി ഒരുത്തെ കാണിച്ചു തരും. അവളെ ഈ പൂജക്കിടയിൽ നിന്ന് പൊക്കണം, എവിടെയെങ്കിലും കൊണ്ടേ പൂട്ടിയിടണം. പൂജ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കാടിനകത്ത് വെച്ച് തീർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഒരു പിഴവും സംഭവിക്കരുത്. ഇല്ല മാഡം, ഒരു പിഴവും സംഭവിക്കില്ല. ഇത്രയും സൗകര്യമുള്ള ഒരു അന്തരീക്ഷം പിന്നീട് കിട്ടില്ല. ടെൻഷനൊന്നും വേണ്ട മാഡം, എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിരിക്കും. പക്ഷെ മാഡം, ഇവരാ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഇതന്നെ ആള്. ഞാൻ മൂർത്തിയുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ശരി മാഡം. അവള് മരിക്കുന്നത് എന്റെ കൺമുന്നിൽ വെച്ചായിരിക്കണം. അവളുടെ ജീവൻ പോകുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എന്നോട് കാണിച്ച അഹങ്കാരത്തിനുള്ള ശിക്ഷയായിട്ടാണ് അവൾ ഇത് അനുഭവിക്കുന്നതെന്ന് അവൾ അറിയണം. അനന്തന ചേരുടെ വെത്തയാക്കി ആനന്ദമാം ജയിക്കും ദേവാതിരുപാദം നമിച്ചിടുന്നു. ഇനി എല്ലാവർക്കും അവരവരുടെ പീഠങ്ങളിൽ ഇരിക്കാം. അറിയില്ല സാർ. താനത് എവിടെയായിരുന്നു? പൂജ തുടങ്ങാറായി. താനത് എത്ര വൈകിയത്? ഒന്നുമില്ല. താൻ വന്നേ. നമ്മളെ നേരിടാൻ സിതാരമാടവും ഗാഥയും വേറെ ഗുണ്ടകളെ ഇറക്കിയിരിക്കുക. നമ്മളെ തീർക്കാൻ ആ കൃഷ്ണ അയച്ച ഗുണ്ടകളായിരിക്കും. ഇനി ഒന്നും നോക്കാനില്ല, എല്ലാത്തിനെയും അടിച്ച് തകർത്തേക്ക്. വാടാ, ഒരെണ്ണത്തിനും വെച്ചേക്കല്, അടിച്ചു തീർത്തേക്ക്. ചോടാഭണികളും മിന്നും ഭണങ്ങളാ ശോഭിതനായുള്ള നാഗരാജൻ. ഇനി നാഗദീപങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കർഗമാലകൾ ഭർത്താക്കന്മാരെ അണിയിക്കാം. അതിനുശേഷം സീമന്ത സിന്ദൂരം കൂടി തുറന്നതോടെ ഐശ്വര്യ ദാമ്പത്യത്തിന്റെ ചടങ്ങുകളൊക്കെ പൂർണ്ണമാവും.
ഇനി കറുകമാല കഴുത്തിലേക്ക് അണിച്ചോളൂ. മുഹൂർത്തം തീരാറാവുന്നു, വേഗം മാലയിട്ടുള്ളൂ. എന്നിട്ട് ഐശ്വര്യ ദാമ്പത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. എന്റെ നാഗദൈവങ്ങളെ, സത്യത്തിന് പേര് കേട്ട ഈ തിരുനടയിൽ അസത്യങ്ങളൊന്നും സംഭവിക്കരുത്. നിക്കണം.